ഒരു PCBക്ക് അകത്തുള്ള ലെയറുകളാണ്. നമ്മുടെ മദർ ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്, മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത് 6, 7, 8 ലെയറുകളായിട്ടാണ്. അഥവാ ഓരോ ലെയറുകളിലൂടും ട്രാക്കുകൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ട്രാക്കുകൾ നമ്മൾ ICകളിൽ നിന്നും മറ്റായിട്ട് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. അഥവാ വയറിങ്ങൾ കുറേ ഈ ഒരു PCBക്ക് അകത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ ഓരോ കണക്ഷൻസും നമ്മൾ ലെയറുകൾ ടിക്ക് ചെയ്യുന്നതോടെ അത്രയും പ്രിൻ്റ് അഥവാ കണക്ഷൻസ് അതിനോട് അകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ സെറ്റൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ ഈ ഒരു ട്രാക്കുകൾ നമുക്ക് മിസ്സാകാൻ അഥവാ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് അത്രയും റിസ്ക്കാണ്. അത്തരം ഘട്ടങ്ങളിലാണ് നിങ്ങളോട് ഒരു ടെക്നീഷ്യൻ അവസാന ഘട്ടത്തിലാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു സെറ്റിന് റെഡി ആണെങ്കിൽ ബോർഡ് സ്വാപ്പിങ്ങിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നത്. ബോർഡ് സ്വാപ്പിംഗ് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ICകളായ CPU, NAND, EEPROM, ബേസ്ബാൻഡ് അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ICകൾ മറ്റൊരു PCBയിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്, അഥവാ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബോർഡ് സ്വാപ്പിംഗ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും.